പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ജനനപ്പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ എവൻഗേലിയൻ വായനയുടെ ധ്യാന അനുഭവത്തിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ജനനപ്പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച വായനകളെ കുറിച്ചൊന്ന് പറയട്ടെ. സന്ധ്യയുടെ വായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിന്റെ വായന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങളാണ്. പഴയ നിയമ വായനകൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 8 മുതൽ 13 വരെ വാക്യങ്ങളും 24-ാം അധ്യായം 2 മുതൽ 7 വരെ വാക്യങ്ങളും. രണ്ടാമത്തെ വായന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് 13-ന്റെ 24 മുതൽ 14-ന്റെ 1 മുതൽ 4 വരെ തിരുവചനങ്ങൾ. മൂന്നാമത്തെ വായന സ്കറിയയുടെ പുസ്തകം 8-ാം അധ്യായം 3 മുതൽ 8 വരെ വാക്യങ്ങൾ. ലേഖനങ്ങൾ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 11 വരെ വാക്യങ്ങൾ. എബ്രായർ 3-ന്റെ 1 മുതൽ 6 വരെ തിരുവചനങ്ങളാണ്. എവൻഗേലിയോൻ സന്ധ്യയുടെ വായന തന്നെയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെ വാക്യങ്ങൾ. ഒന്ന് പ്രാർത്ഥിച്ച് അല്പസമയം ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കുക. നിത്യനും വാട്ടുമുണ്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങളെ പൂർണ്ണമായും താഴ്ത്തി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ വചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുത്തെ കൃപ ധാരാളമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ എനിക്ക് നിങ്ങളുടെ കൃപാവരത്താൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിങ്ങളുടെ തിരക്കത്തിന്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് ഈ വചനം വ്യാഖ്യാനിക്കുവാനും വചനം പറഞ്ഞു കൊടുക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നൽകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിവിധികളെ പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കട്ടിത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജനനപ്പെരുന്നാളിന്റെ വായനയിൽ സന്ധ്യയുടെ വായനയും പ്രഭാത വായനയും എവൻഗേലിയോനെല്ലാം ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ രണ്ടും യേശുക്രിസ്തുവിന്റെ ജ്ഞാനവും യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമുക്കത് ഒരുമിച്ച് ധ്യാനിക്കാം. പഴയ നിയമ വായനകൾ നമ്മൾ എടുക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസഹാക്കിനെ കുറിച്ചും ശിംശോനെ കുറിച്ചും അതുപോലെ ദൈവം ഇസ്രായേലിന്റെ മധ്യത്തിൽ എപ്പോഴും ഉണ്ട്, ഇനി ഇതുകൊണ്ട് ഇസ്രായേലിന് നാശമോ ദോഷമോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന ഭാഗങ്ങളും ചിന്തിക്കുന്നതാണ്. യേശുക്കുഞ്ഞിനെ കുറിച്ച് യേശു വളർന്നു വന്നപ്പോൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവ ആശ്രയത്തിൽ വളർന്നു എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് വായനയിലുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇസഹാക്കിന്റെ കാര്യത്തിലും അതുപോലെ ശിംശോന്റെ കാര്യത്തിലും പറയുന്നത്. രണ്ടുപേരുടെയും തെരഞ്ഞെടുപ്പുകളും അവരുടെ പ്രവർത്തനങ്ങളും ദൈവഹിതത്തിനൊത്തനുസരിച്ചാണ്. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുവാൻ ഇസഹാക്കിന്റെ പിതാവായ അബ്രാഹത്തോട് ദൈവം പറയുന്നു. ശിംശോന്റെ മാതാപിതാക്കളോടും പറയുന്ന ഭാഗങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യുവാക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് അവിടെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ യുവത്വത്തിൽ യേശുക്രിസ്തു ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതുപോലെ യുവത്വം അല്ലെങ്കിൽ യുവാക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കണമെന്ന് പത്രോസ്ലീഹ ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവരെ സാത്താൻ പെട്ടെന്ന് വഴിതെറ്റിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുക.
അതുകൊണ്ട് ശക്തിയോടെ വിനയത്തെ, നല്ല ബലമുള്ളവരായി നിന്നുകൊണ്ട് വിനയത്തെ ധരിക്കണം, എളിമയുള്ളവരായിരിക്കണമെന്ന് പത്രോസ്ലീഹ പറയുന്നു. രണ്ടാമത്തെ ലേഖനം പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, മോശ സ്വന്തം ഭവനത്തിൽ മുഴുവൻ വിശ്വസ്തനായിരുന്നത് പോലെ യേശു തന്നെ അയച്ചവന്റെ അടുക്കൽ വിശ്വസ്തനായിരുന്നു, അല്ലെങ്കിൽ വിശ്വസ്തനായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പിതാവായ ദൈവം എന്തിനു വേണ്ടി അയച്ചുവോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റി, അങ്ങനെ സ്വന്തം പുത്രന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാം ചെയ്തു. യേശുവിനെ നമ്മൾ സ്വന്തമായി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവപുത്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. നാമും ഇതുപോലെ സ്വന്തം ഭവനത്തിൽ എന്ന പോലെ ദൈവഭവനത്തിന്റെ മക്കളായി തീർന്നു. ആ ദൈവഭവനത്തിൽ നമ്മൾ വേല ചെയ്യുകയാണെങ്കിൽ, അത് അവസാനത്തോളം ദൃഢമായി മുറുകെ പിടിക്കുകയാണെങ്കിൽ നാമും അവന്റെ ഭവനമായി തീരും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വം വസിക്കുന്ന ആലയമായി തീരും നമ്മളെന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ് ഈ ഭാഗത്ത്. ഇനി നമുക്ക് എവൻഗേലിയനിലേക്ക് കിടക്കാം. കാരണം വായിച്ചതും കേട്ടതെല്ലാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇവിടെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. അവിടെ ഇപ്രകാരമാണ് തുടങ്ങുന്നത്. യേശു തൻ്റെ വളർച്ചയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എന്താ പറയുക, ലൂക്കോസ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. പൈതൽ വളർന്നു, അങ്ങനെയാണ് ആരംഭിക്കുന്നത്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലവാനായി. ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്നുള്ള ചിന്തയിൽ യേശു ജനിച്ചു. ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. ഇവിടെ യേശുവിന് 12 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയപ്പോൾ യേശുവിനെയും കൊണ്ടുപോയി എന്നാണ് പിന്നീട് തുടങ്ങുന്നത്. പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും തിരികെ മടങ്ങിപ്പോരുമ്പോൾ യേശു ക്രിസ്തു, അല്ലെങ്കിൽ യേശു കുഞ്ഞ്, അല്ലെങ്കിൽ ആ പയ്യൻ 12 വയസ്സുള്ള ആളാണല്ലോ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ടാണ് എല്ലാവരും പെരുന്നാളിന് പോകുന്നത് എന്നാണ് ചരിത്രം, അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ കാണുമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അറിയുന്നത് കൂട്ടത്തിൽ ആളില്ല. പിന്നീട് അവർ ചാർച്ചക്കാരുടെ ഇടയിൽ, സ്വന്തക്കാരുടെ ഇടയിലൊക്കെ അന്വേഷിച്ചു. അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ അവര് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. മടക്കയാത്രയുടെ ദൈർഘ്യം, അല്ലെങ്കിൽ അവർക്ക് ആദി പരവേശം മനസ്സിന്റെ വിഷമം കൊണ്ടൊക്കെയാണോ, സമയം വൈകിയതെന്നറിയില്ല, അല്ലെങ്കിൽ ജനക്കൂട്ടത്തിന്റെ ബാഹുല്യ നിമിത്തമാണെന്നറിയില്ല. 3 ദിവസം കഴിഞ്ഞാണ് യേശുവിനെ അവർ കണ്ടെത്തുന്നത്. ഒരു ദിവസത്തെ വഴി പിന്നിട്ട യാത്രയിൽ നിന്ന് 3 ദിവസത്തിന്റെ അകലം കണ്ടുപിടിക്കാനുണ്ടായി എന്നുള്ളത്. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് ഒത്തിരി ധ്യാനിക്കാനുണ്ട്. ഇങ്ങനെ കിട്ടിയ സമയത്ത് എന്തു ചെയ്യായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അറിയുമ്പോൾ, യേശുവിനെ അവർ ദൈവാലയത്തിൽ വെച്ച് കണ്ടെത്തി. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും അവന്റെ ജ്ഞാനത്തെയും വചനങ്ങളെയും കുറിച്ച് വിസ്മയിച്ചു. 13-ാമത്തെ വയസ്സിൽ ബാലന്മാരെ ന്യായപ്രമാണത്തിന്റെ പുത്രന്മാരായി തീരുന്നു എന്നാണ് പറയുന്നത്. 13-ാമത്തെ വയസ്സ്. അതിനുശേഷം അവർക്ക് യെരുശലേമിൽ ചെന്ന് പെസഹ, പെന്തക്കോസ്തി, കൂടാരം പെരുന്നാൾ, ഇങ്ങനെയുള്ള വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും ഒക്കെ അവർക്ക് സംബന്ധിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പൊ ഇതിന് പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം മാതാവും പിതാവും
യേശുവിനെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുപോയതെന്ന് ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും യേശു ദേവാലയത്തിൽ ചെന്നിട്ട് മാതാപിതാക്കന്മാരെയോ സ്വന്തക്കാരെയോ ബന്ധക്കാരെയോ ആരെയും ശ്രദ്ധിച്ചില്ല. യേശു ദേവാലയത്തിൽ ചെന്നിട്ട് എന്താണ് ചെയ്തത്? ദൈവിക കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് കേൾക്കുകയാണ്. യെരുശലേമിലെ തിക്കും തിരക്കുമുള്ള പെരുന്നാളിന്റെ ദിനങ്ങളിൽ ദൈവ വചന ശുശ്രൂഷകൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് ദൈവിക വചനമനുസരിച്ച് ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കൾ ജീവിക്കേണ്ടതെന്നുള്ള പ്രബോധനങ്ങൾ നൽകുന്നുണ്ടായിരിക്കാം. അവിടെ നൽകണമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ പെരുന്നാളുകളൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന ഒരു കാര്യങ്ങളിലേക്കും അവിടെ ശ്രദ്ധ വരുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലൊന്നും ഒട്ടും ശ്രദ്ധയെ വരുന്നില്ല. ഇവിടെ യേശു നമുക്ക് നല്ലൊരു മാതൃക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃക തരികയാണ്. ഒരു പെരുന്നാളിന് ചെന്നാൽ, ഒരു എന്താ പറയുന്ന ആഘോഷ സ്ഥലത്ത് ചെന്നാൽ ആദ്യം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കാണെന്നുള്ള ഒരു ചിന്ത കൊടുക്കുക. രണ്ടാമത്, യേശു അവരുടെ കൂടെ പോയില്ല. യേശു അവരുടെ കൂടെ പോകാതെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അമ്മ മാതാവ് അവരോട് ചോദിച്ചു, എൻ്റെ മകനെ, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചത്? ഇതാ നിന്റെ പിതാവും ഞാനും വളരെ വേദനിച്ച് അന്വേഷിക്കുകയാണ്. നിസാര വേദനയല്ലല്ലോ. 3 ദിവസം കഴിഞ്ഞ് കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ആദിയും വ്യാധിയും എന്ത് പറ്റി, എവിടെ പോയി? പക്ഷെ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത് എനിക്ക് യുക്തമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായി. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്നൊരു ചോദ്യമാണ്. ഒരു എതിർ ചോദ്യമല്ല, അല്ലെങ്കിൽ എതിർ അഭിപ്രായമല്ല, ഒരു തർക്കുത്തരമല്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ട ആളല്ലേ? മറ്റു കുട്ടികളെ പോലെ, മറ്റുള്ളവരെ പോലെ പെരുന്നാളിന്റെ ലൗകികമായ ആഘോഷങ്ങളിൽ മുഴുകി നടക്കേണ്ട ഒരാളാണോ ഞാൻ? ഞാൻ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ? എന്തുകൊണ്ട് അമ്മയ്ക്കും അപ്പനും ഇത് മനസ്സിലാകുന്നില്ല എന്ന ഒരു ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് നമ്മുടെ മക്കളെ മനസ്സിലാക്കാനുള്ള ഒരറിവ് വേണം. അപ്പൊ നമുക്ക് ദുഃഖത്തിന്റെ അളവ് കുറയും. നമ്മുടെ മക്കളുടെ ജീവിത രീതികൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ പ്രവർത്തന രീതികൾ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് അവർക്ക് നമുക്ക് ദൈവികമായ നിർദ്ദേശങ്ങളും മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മളവരെ മനസ്സിലാക്കാതെ എത്രമാത്രം അവരെ ഉപദേശിച്ചാലും അവർ നമ്മളെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ കുറവായി. ഒരുപക്ഷെ ഭയം കൊണ്ട് ചിലപ്പോൾ ബഹുമാനിച്ചെന്ന് വരും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ബഹുമാനം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ മാതാവിന്, യോസേപ്പ് പിതാവിനൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം അതായിട്ട്, അവരെ ആത്മീയമായി ചിന്തിക്കാതെ എന്താ പറയുന്നത്, സ്വന്തമാണെന്നുള്ള ഒരു വിചാരം. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും ജീവിത രീതികളൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിനെ ഇപ്പോൾ മുതൽ സ്വീകരിക്കാൻ വേണ്ടി, ഇപ്പോൾ മുതൽ അവർ അംഗീകരിച്ച് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി യേശു അവരോട് പറയാതെ മാറി നിൽക്കുകയാണ്. അവരുടെ മനോഭാവം മനസ്സിലാക്കുക എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ യേശു ഒരു അനുസരണമില്ലാത്ത കുട്ടിയൊന്നുമല്ല. കാരണം എന്താണ്, യേശു പിന്നീട് അവരുടെ കൂടെ പോയി മാതാപിതാക്കന്മാരോടുകൂടി അടങ്ങി ഒതുങ്ങി പാർത്തു എന്നാണ് ബൈബിൾ പറയുന്നത്. പിന്നെ 30-ാമത്തെ വയസ്സിലാണ് യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്.
അപ്പോൾ മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നും നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആ 12 വയസ്സുള്ള ആ സമയത്തുള്ള മനോഭാവം ഇന്ന് നമുക്ക് 60 വയസ്സായിട്ടും രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുക, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ സ്ഥാനം കൊടുക്കുന്നത്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണോ ഇനിയെങ്കിലും വളരാൻ ആഗ്രഹിക്കുന്നത്? ഇനിയെങ്കിലും പലരും രോഗികളായി രോഗക്കിടക്കയിലേക്കാകാൻ പോകുന്നു. ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇനി അധികമില്ല, അവശതയായി എന്നൊക്കെ പറയുന്നു. അപ്പോഴും അവർ മദ്യം കഴിക്കുന്നുണ്ട്, രോഗാവസ്ഥയിലാണെങ്കിലും അവർ പുകവലിക്കുന്നുണ്ട്. ആണുങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് തന്നെ അറിയാം, അവർക്ക് പല രോഗങ്ങളൊക്കെ വന്നിട്ട് അവർ ആ രോഗത്തിന് അടിമയായി തീർന്നു. ഇനി അതിൽ നിന്ന് പൂർണ്ണമായി മോചനമില്ല, അവർ മരണപ്പെടുമെന്നൊക്കെ അവരുടെ ഉള്ളിൽ ഒരു ഭയത്തോടു കൂടിയുള്ള ചിന്തയുണ്ടെങ്കിലും അവർ ഈ പാപം വിട്ട് അകലാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. കാരണം അവർക്ക് അവരെക്കുറിച്ചുള്ള ദൈവഹിതം എന്തായിരുന്നു എന്ന് ഇന്നുവരെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ സാധാരണ ഒരു മതത്തിൽ ആരും ജനിച്ചു വളരുന്നത് പോലെ വളർന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാണ്. ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തു മാർഗമാണ് കൊണ്ടുവന്നത്. ആ മാർഗത്തിലൂടെ നടക്കുന്നവർക്ക്, വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് നിത്യജീവന്റെ അവകാശത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, ഞാൻ എന്ത് നിങ്ങളോട് ചെയ്തു, എന്തിനു നിങ്ങൾ എന്നെ അന്വേഷിച്ചു? ഇനി അഥവാ അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾ എന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയൊക്കെ ഇടയിലാണോ എന്നെ അന്വേഷിക്കേണ്ടത്? എനിക്ക് അങ്ങനെ സ്വന്തമെന്നോ ബന്ധമെന്നോ ഒന്നില്ല. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കാനായിട്ട് ലോകത്തേക്ക് വന്നതാണ്. ഞാൻ ആത്മാവിൽ ജനിച്ചവനാണ്. ആത്മാവിൽ ജനിച്ച ആത്മാവാകുന്നു, ജഡത്തിൽ ജനിച്ച ജഡമാകുന്നു. അപ്പൊ എനിക്ക് ജഡീകമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൽ ജനിച്ച ഒരു ബന്ധവും എനിക്കില്ല. ആത്മാവിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധ വെക്കേണ്ടതെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നൊരു ചോദ്യമാണ് അതിനകത്ത് വരുന്നത്. ഞാൻ നിങ്ങളോട് എന്തു ചെയ്തു? ഞാൻ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വേദനിച്ചത് നിങ്ങൾ കണ്ടെത്താൻ വൈകിയതിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് കണ്ടെത്താൻ വൈകിയതിൻ്റെ ഭാഗമായിട്ടുള്ള വേദനകളാണ്. ആ ഒരു ചിന്ത നമുക്ക് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. ഞാനിപ്പോഴും വേദനിക്കുന്നത്, ഞാനിപ്പോഴും സങ്കടപ്പെടുന്നത്, ഞാൻ എൻ്റെ യഥാർത്ഥ യേശുവിനെ കണ്ടെത്താൻ വൈകുന്നത് കൊണ്ടാണ്. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തിയാൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. കാരണം എന്താ? എൻ്റെ കർത്താവ് ഇരിക്കുന്നിടത്ത് ഞാനുമായിരിക്കും. എൻ്റെ കർത്താവായിരിക്കുന്നിടത്ത് ഞാനുമായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ കർത്താവിനെ കണ്ടെത്താൻ കഴിയാത്തതാണ്, കർത്താവ് എവിടെയാണ്, കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, അത്യുന്നതിന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ സങ്കടത്തിന്റെ കാരണം. ഞാൻ ദൈവിക ശക്തി തിരിച്ചറിയാത്തതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വളർച്ചയിൽ നമുക്ക് ഇനിയും മുന്നോട്ട് എത്ര നാളുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നിട്ടും നമുക്ക് ഇനിയും വളരാനുള്ള പരിശുദ്ധാത്മാവിന്റെ ചെറുപ്പം നമുക്ക് തരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൈതൽ വളർന്നു ആത്മാവിൽ ബലവാനായി വരികയും ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്തു. നമ്മൾ വീണ്ടും ഒരു ശിശുവായി മാറേണ്ടിയിരിക്കുന്നു. നമ്മളൊരു നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളായി തീരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യേശുവിന്റെ മറുപടി മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമുക്കും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്ന ഒരു മറുപടിയാണിത്, ഞാൻ നിങ്ങളെ എന്തു ചെയ്തു? ഞാൻ നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അന്വേഷിക്കാഞ്ഞതാണ് നിങ്ങൾക്ക് സങ്കടത്തിന് കാരണം. ഞാനായിട്ട് നിങ്ങളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. ഇനി അതിൻ്റെ ഒരു മറുവശം എടുക്കാം. യേശു ചെന്നിട്ട് ഇനി മറിയത്തോട് പറയുകയാണ്, അമ്മയോട് പറയുകയാണ്, ഞാനിങ്ങനെ 2-3 ദിവസം
ഇവിടെ ഇരുന്ന് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവരെങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കണതെന്ന് ഞാനൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുമോ? ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, മറിയത്ത് ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഒറ്റയ്ക്കാണ് തിരഞ്ഞെടുത്തത്. മറിയത്തിന് ഭർത്താവായി നിയോഗിക്കപ്പെട്ട യോസേപ്പിനോട് ഉത്തരവാദിത്വമില്ല. ദൈവത്തിന്റെ ആ വചനം നിറവേറുന്നതിന് സ്വീകരിക്കാൻ മറിയത്തിന് ദൈവത്തോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ. അതുകൊണ്ട് മറിയം ഒറ്റയ്ക്കാണ്. അവിടെ ഒരു ആലോചനയ്ക്ക് നിന്നില്ല. ആദാം ഹവ്വ ആലോചനയിൽ അവർ പാപം ചെയ്തുവെങ്കിൽ ഇവിടെ ദൈവവും മറിയം തമ്മിലുള്ള മാത്രമുള്ള ആലോചനയാണ് വിശുദ്ധിയുടെ ആലോചന. രണ്ടാമത് ആ വിഷയം, അങ്ങനെ ആ മറിയം ഗർഭം ധരിക്കപ്പെട്ടു എന്നുള്ളത് യൗസേപ്പ് പറഞ്ഞപ്പോൾ യൗസേപ്പിന് വേറൊരാളോട് ആലോചിച്ച് മറിയത്തെ നാൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് കടന്ന് രക്ഷപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. യൗസേപ്പ് രാത്രി ഉറങ്ങാതെ കിടന്നുകൊണ്ട് ഈ ദുഃഖം വഹിക്കുമ്പോൾ, ഈ വേദന, ചങ്കുപൊട്ടുന്ന ഈ വേദന, ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചങ്കുപൊട്ടി വേദനിക്കുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. യൗസേപ്പിനോട് പറയുന്നു, നീ സ്വസ്ഥനാകുക, നിന്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിന്റെ ഭാര്യ ഞാൻ പറയുന്നത് അനുസരിക്കുന്നവളാണ്. അവിടെ വ്യക്തിപരമായി യൗസേപ്പിനോട് ഇടപെടുന്ന ദൈവം. ഇനി ഈ തിരുക്കുടുംബത്തിലെ മൂന്നാമത്തെ ആളാണ് യേശു കുഞ്ഞെന്ന് പറയുന്ന. യേശു പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ ശിശുവായി. അപ്പോൾ ഇപ്പൊ 12 വയസ്സായി. ഈ 12ാമത്തെ വയസ്സിൽ യേശു തന്റെ മാതാപിതാക്കന്മാരോട് ആലോചിച്ചുകൊണ്ടല്ല ഈ ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങേണ്ടത്. അത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ദേവാലയ കാര്യങ്ങളിൽ, ദൈവവചന കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധ വെക്കേണ്ടതല്ലയോ എന്ന് അവരോട് പറഞ്ഞു. അതാണ് യുക്തമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? അതാണ് യുക്തം. കണ്ടോ, നിങ്ങൾ എന്റെ മകനെ, നീ ഞങ്ങളോട് എന്ത് ചെയ്തു? നിന്റെ പിതാവും ഞാനും വളരെ വേദനിച്ച് നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്കും ഈ അപ്പനും യേശു ഒരു നല്ലൊരു മറുപടി കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല, മറിച്ച് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ നിങ്ങൾ അറിഞ്ഞ ആ രഹസ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. നിങ്ങൾ വേദനിച്ചല്ലോ, നിങ്ങൾ ഒറ്റയ്ക്ക് വേദനിച്ചിട്ടുണ്ട്. മറിയാം ഗർഭം ധരിച്ചപ്പോൾ ഒറ്റയ്ക്ക് വേദനിച്ചു, യൗസേപ്പ് ഒറ്റയ്ക്ക് വേദനിച്ചു, യേശുവിനെ കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദനകളും. അപ്പൊ പ്രിയമുള്ളവര്, അങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അന്ന് ഒറ്റയ്ക്ക് നിങ്ങളോട് ദൈവം സംസാരിച്ചത് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോടും എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ പുത്രനായ ഈ യേശുവിനോടും ദൈവം ഒറ്റയ്ക്ക് സംസാരിക്കും. ഞങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കാണ് അബദ്ധം പറ്റിയത്. ഞങ്ങൾ മകനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നാണെങ്കിൽ അവനെ ദൈവിക സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ ദൈവിക വചനങ്ങളെ പഠിപ്പിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുന്നിടത്തേക്ക് അവനെ വിട്ടില്ല എന്നുള്ള ഒരു സങ്കടം അവരുടെ ഉള്ളിൽ വന്നിട്ട്, ഒരു പശ്ചാത്താപം വന്നിട്ട്, എൻ്റെ മകനെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിന്നെ ആക്കേണ്ടടുത്ത് ഞങ്ങൾക്ക് ആക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയണമെന്നാണ് യേശു ആഗ്രഹിച്ചതെങ്കിൽ അവർ നേരെ തിരിച്ച് നീ ഞങ്ങളോട് എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ള ചോദ്യത്തിൽ യേശു പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ സംഭവങ്ങൾ കൊണ്ടൊക്കെ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ടോ വ്യക്തിപരമായി എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വമുണ്ട്. മറ്റാരോട് പൗലോസ്ലീഹായൊക്കെ പറയുന്നില്ലേ, ഞാൻ ദൈവിക ദർശനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മറ്റാരോടും ആലോചിക്കാതെ നേരെ അറേബ്യയിലേക്ക് പോയെന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച എന്ന് പറഞ്ഞ പോലെ ദൈവ ദർശനം വ്യക്തിപരമാണ്. പക്ഷെ ദൈവം കൂട്ടായ്മയായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നുണ്ട്. യേശുവിന്റെ അടുത്ത നടപടി അതാണ്. അവന്റെ മാതാപിതാക്കളോട് കൂടെ ഒരുമിച്ച് നസ്രത്തിൽ ചെന്ന് അവർക്ക് അനുസരണമുള്ളവനായി അധീനനായി താമസിച്ചു. അപ്പൊ കുടുംബത്തിൽ കൂട്ടായ്മയിൽ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിലും ദൈവദർശനം
വ്യക്തിപരമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഓരോരുവരുടെയും ദൈവദർശനത്തെ പ്രോത്സാഹിപ്പിക്കല്ലാതെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ ഓരോ അപ്പനും അമ്മയും ഓരോ മക്കളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓരോ സഹോദരനും സഹോദരിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു പാഠമാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. നമുക്കതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ. ദൈവമേ, ആരുടെയെങ്കിലുമൊക്കെ ദൈവവിളിക്ക് ഞാൻ തടസ്സം നിന്നെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ ദൈവവിളിയെ ഞാൻ ആക്ഷേപിച്ചുവെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടുവെങ്കിൽ കർത്താവേ മാപ്പ് തരണം. പ്രത്യേകിച്ച് ഒരു മകനൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉള്ള ആളുകൾ, പിന്നെ അല്ലെങ്കിൽ സുവിശേഷ വേലക്കൊക്കെ ഇറങ്ങുന്ന മക്കളെ കുറിച്ചൊക്കെ ഉള്ള സങ്കടങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ദൈവം വിളിച്ച് വേർതിരിച്ച വൈദികരെ, സന്യസ്തരെ, അഭിഷിക്തരെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സെമിനാറിലൊക്കെ പോകുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ നിനക്കതിനുള്ള കഴിവുണ്ടോ, നിനക്കതിനുള്ള യോഗ്യതയുണ്ടോ, നിനക്കതിനുള്ള പക്വതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? നീ പോയാൽ വീട്ടിൽ ആരാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ ആര് നോക്കും, പണിയെടുത്ത് ജീവിക്കേണ്ടതിന് പകരം ഒരു വേദപുസ്തകം കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ മതിയോ, സുവിശേഷം കൊണ്ട് നടന്നാൽ എന്ത് കിട്ടും എന്നൊക്കെ ദൈവവിളിയെ ആക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക. യേശു പറയുന്നു, എൻ്റെ പിതാവേ, എൻ്റെ മാതാവേ, ഞാൻ നിങ്ങളോട് തെറ്റും ചെയ്തില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ്. അതിന് മക്കളെ സമർപ്പിക്കാം, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാനായിട്ട് സമർപ്പിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും അങ്ങേക്കുള്ളതാണ്, അങ്ങയുടെ സ്വന്തമാണ്. ആരുടെയും ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ഒരു നടപടിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകാതെ എന്നെ കാത്തുകളാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ അമ്മയെ പോലെ ഞാൻ എൻ്റെ ദൈവവിളി കണ്ടെത്താൻ, പരിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ എൻ്റെ ദൈവവിളി കണ്ടെത്താൻ പരിശ്രമിക്കാം എന്നു മുതൽ. അങ്ങനെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവിക ചിന്തകൾ സംഗ്രഹിക്കുക, എൻ്റെ മക്കളെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ സംഗ്രഹിക്കുവാൻ, എന്തുകൊണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന, ഒരു തർക്കോത്തരമല്ലാത്ത, നാളത്തെ ഭാവി എന്തായിരിക്കുമെന്നുള്ള ഒരാലോചന ദൈവത്തോട് വെക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ, ദേവമാതാവേ, യോസേഫ് പിതാവ്, പ്രത്യേകിച്ച് അമ്മയെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുമ്പോൾ, യോസേഫ് പിതാവിനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ മക്കളെ ചൊല്ലി അറിഞ്ഞു പറയാതെയൊക്കെ ഒത്തിരി കുറ്റപ്പെടുത്തലും, ഒത്തിരി കുറവുകൾ പറയലും, ഒത്തിരി വേദനയും പരസ്പരം ബഹളങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളുള്ളവരാണ് ഞങ്ങൾ. അമ്മ പ്രാർത്ഥിക്കണമേ, യോസേഫ് പിതാവെ പ്രാർത്ഥിക്കണമേ, സർവ്വശക്തന്മാരെ പ്രാർത്ഥിക്കണമേ. വ്യക്തിപരമായും കൂട്ടായും കുടുംബമായും ദൈവസന്നിധിയിൽ സ്വീകാര്യമുള്ളവരായി തീരുവാൻ ഇടയാകാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ പരിശുദ്ധ നാമം ചോദിക്കുന്നു, കൃപയുടെ ഘട്ടത്തിൽ തരുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വരുന്ന ജനുവരി 4, 5, 6, 7, 8 ദിവസങ്ങൾ, 5 ദിവസത്തെ കൺവെൻഷൻ വ്യത്യാസമല്ല മരണത്ത ധ്യാന കേന്ദ്രത്തിൽ നടക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥന ഓർക്കണം. സാധിക്കുന്നവരെല്ലാവരും വന്ന് ചേരണം. എല്ലാ മാസവും ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിലും പങ്കെടുക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകും.